അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. അതെന്താണ്? ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ക്യാൻഡിൽ സ്റ്റിക്സ് എന്താണെന്നും അതിനുശേഷം ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ നോർമലായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ മാർക്കറ്റിൽ എല്ലാവരും ചാർട്ട് അനാലിസ് ചെയ്യുന്നത് ചിലവർ ഇങ്ങനെയുള്ള ലൈൻ ചാർട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും, ചിലവർ ഇങ്ങനെയുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പം കൂടുതലായിട്ടും ട്രേഡേഴ്സ് ഏത് ചാർട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ലൈൻ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കും. അപ്പം എ ക്യാൻഡിൽസ് ഷേപ്പ് വേരിയസ് ബേസ്ഡ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേയ്സ് ഹൈ, ലോ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്. അതായത് ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പ്, ഈ ഒരു ക്യാൻഡിൽ നോക്കുക, ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്, ചില സമയത്ത് ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, ചില സമയത്ത് അത് ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, ചില സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാകുന്ന വേരിയേഷൻ എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡേയ്സ് ഹൈ, ലോ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്, ഈ ഒരു പ്രൈസിലുണ്ടായ വേരിയേഷൻ, ഡെയിലിയിലുണ്ടായ പ്രൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ആ ഒരു ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്കിൽ ഷേപ്പിന് മാറ്റങ്ങൾ വരും. ഓക്കെ, ഏത് ടൈം ഫ്രെയിം ആണോ എടുക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു സ്റ്റോക്ക് പ്രൈസ് എത്രമാത്രം മുകളിലേക്ക് പോയി, താഴോട്ട് പോയി, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്ത് എവിടെയാണ്, അതനുസരിച്ച് ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ ഷേപ്പുകൾ മാറി മാറി ഫോം ചെയ്തുകൊണ്ടിരിക്കും ഓരോ ടൈം ഫ്രെയിമിലും. ഓക്കെ, candlestick reflect the impact of investor sentiment on security prices and are used by technical analysts to determine when to enter and exit trades. അപ്പം ഇവിടെ candlestick reflect the impact of investor sentiment. അതായത് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് നമുക്ക് മനസ്സിലാവും. ബട്ട് ലൈൻ ചാർട്ടിൽ നമുക്കൊരു സെൻറ്റിമെൻറ്റ്സും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ബട്ട് ഇങ്ങനെയുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു കഥ പോലെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവിടെ എന്താണ് ഇൻവെസ്റ്ററിൻ്റെ സെൻറ്റിമെൻറ്റ് എന്ന്. അതുപോലെ തന്നെ ട്രേഡേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ടെക്നിക്കൽ അനലിസ്റ്റ്സ് ടു ഡിറ്റർമൈൻ വെൻ ടു എൻ്റർ എക്സിറ്റ് ട്രേഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം. നമ്മളൊരു ടെക്നിക്കൽ അനാലിസിസ് ആണ് നടത്തുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. ആ ഒരു സമയത്ത് നമുക്ക് എവിടെ എൻ്റർ ചെയ്യണം ട്രേഡിൽ, അതുപോലെ തന്നെ എവിടെ എക്സിറ്റ് ആകണം എന്ന് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ലൈൻ ചാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കും, ഇപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നോർമലായിട്ട് കോമൺ ആയിട്ടുള്ള 2 തരം ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത് മാർക്കറ്റിൽ. ഒന്നേതാണ് റെഡ് ക്യാൻഡിൽ, ഒന്നേതാണ് ഗ്രീൻ ക്യാൻഡിൽ. അപ്പം ഈ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ കോമൺ ആയിട്ട് അതിനെ ബിയറിഷ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതിൽ അതിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഷേപ്പിനനുസരിച്ച് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ചില സിറ്റുവേഷനിൽ അതൊരു ബിയറിഷ് ക്യാൻഡിലേക്ക് പോകും. അതുപോലെ തന്നെ ഷേപ്പിനനുസരിച്ച് റെഡ് ക്യാൻഡിലാണെങ്കിലും അത് ചില സമയത്ത് ബുള്ളിഷ് ക്യാൻഡിലേക്ക് പോകും. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം നോർമലായിട്ട് ഈ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ ഓപ്പണിംഗ്, ക്ലോസിംഗ്, ഹൈ, ലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ ഒരു സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു ടൈം ഫ്രെയിമിൽ. അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് കുറച്ച് മുകളിലേക്ക് പോയി, അതിനുശേഷം താഴോട്ട് വന്നു, അതിനുശേഷം ഈ ഒരു റീജിയണിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു കഥ പോലെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കാണുമ്പോൾ. ഓക്കെ, അപ്പം അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ലൈൻ ചാർട്ട് ഇതിൻ്റെ അകത്ത്, ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്ത് സംഭവിച്ച കഥയാണ് ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റീജിയണിൽ സ്റ്റാർട്ട് ചെയ്തു, ഏത് റീജിയണിൽ? ഈ ഒരു റീജിയണിൽ. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് പോയി, അതനുസരിച്ച് ഇവിടെ വിക്ക് കുറച്ച് മുകളിലേക്ക് വന്നു, അതിനുശേഷം ഇതിങ്ങനെ താഴോട്ട് വന്നു. അപ്പം
ഇതിങ്ങനെ താഴോട്ട് വന്നു, അതിനുശേഷം വീണ്ടും ഇങ്ങനെ താഴോട്ട് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് വന്ന് ഈ ഒരു റീജിയനിൽ ക്ലോസിങ് വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിൽ ക്ലോസിങ് വന്നു. അപ്പം അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കഥ പോലെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ വിക്ക് എന്ന് പറയുന്നത്. മുകളിലും താഴെയും കാണുന്ന ഇതിനെ വിക്ക് എന്ന് പറയും. ഈ ഒരു ഷെയ്ഡഡ് റീജിയനെ ബോഡി എന്ന് പറയും. ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഷെയ്ഡഡ് റീജിയനെയാണ്. അതിപ്പം റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഈ കാണുന്നതിനെ ബോഡി എന്നും ഈ മുകളിലേക്ക് കാണുന്നത് ഇതിനെ വിക്ക് എന്നും ആണ് പറയുന്നത്, ഈ ഒരു സ്റ്റിക്ക് പോലെ ഇരിക്കുന്നതിനെ. ഓക്കെ, ഇനി നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെയും ഹൈ കിട്ടും, ഇവിടെയും ക്ലോസിംഗ് ഉണ്ട്, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, ലോ ഉണ്ട്. അപ്പം ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അതിൻ്റെ ഓപ്പണിങ് താഴെയായിരിക്കും. ഇതുണ്ട്, ഈ ഒരു റീജിയനിലാണ് ഓപ്പൺ ചെയ്തത്. ബട്ട് ഇവിടെ എന്താണ്? ബീറിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് എവിടെയാണ്? ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ കഥ നമ്മൾ വായിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയനിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മുകളിലേക്ക് പോയി, അതിനുശേഷം താഴോട്ട് വന്നു, അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു റീജിയനിൽ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എക്സാക്റ്റായിട്ട് ഇതുപോലെയല്ല മൂവ് ചെയ്തതെങ്കിലും നമുക്ക് ആ ഒരു കഥ വായിച്ചെടുക്കാൻ സാധിക്കും. സ്റ്റോക്ക് ഒരു റീജിയനിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോയി, അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു, അതിനുശേഷം വളരെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഇങ്ങനെ താഴെ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റിക്ക്, ഇങ്ങനെ ഒരു ക്യാൻഡിലായിരിക്കും കിട്ടുന്നത്. എക്സാക്റ്റായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോഴത്തേനും മനസ്സിലാവും. ഇവിടെ അതിന് ഈക്വൽ ആയിട്ടുള്ള ലൈൻ ചാർട്ട് ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഓപ്പൺ ചെയ്തു, കുറച്ച് മുകളിലേക്ക് പോയി, കുറച്ച് താഴോട്ട് വന്നു, അതിനുശേഷം പതുക്കെ മുകളിൽ പോയതിന് ശേഷം താഴോട്ട് വന്ന് ക്ലോസിങ് വന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നടക്കുന്ന കഥ വായിച്ചെടുക്കാൻ പറ്റും ക്യാൻഡിൽ സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഇത് ബീറിഷ് ക്യാൻഡിൽ എന്ന് പറയാൻ കാരണം? ഒരു റീജിയനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മുകളിലേക്ക് പോയപ്പം സെല്ലേഴ്സ് അത് സെല്ല് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ വന്ന് ഇങ്ങനെ ഒരു റീജിയൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്? സെല്ലേഴ്സാണ് വിജയിച്ചത്. അതുകൊണ്ട് ഇത് ബീറിഷ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. സെല്ലേഴ്സ് വിജയിക്കുന്നതിന് ബീറിഷ് ക്യാൻഡിൽ എന്നും ബയ്യേഴ്സാണ് വിജയിക്കുന്നതിൽ അതിനെ ബുള്ളിഷ് ക്യാൻഡിലും എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ പ്രൈസ് കുറച്ച് മുകളിലേക്ക് പോയി താഴോട്ട് വന്നിട്ട് ബയ്യേഴ്സ് ഇതിനെ പ്രൈസിനെ ഉയർത്തി കൊണ്ടുപോയി. അപ്പം ഇവിടെ എന്താണ്? ബയ്യേഴ്സാണ് വിജയിച്ചത്, അതുകൊണ്ട് ഇതിനെ ബുള്ളിഷ് ക്യാൻഡിലും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് റെഡ്, ഗ്രീന് ഒരുപാട് ഷേപ്പിലുള്ള ക്യാൻഡിൽസ് കിട്ടും. ആ ഒരു ഷേപ്പിനെ നോക്കി, അതിൻ്റെ ലൊക്കേഷനെ നോക്കി നമ്മൾ അതിൻ്റെ അകത്തുനിന്നൊരു കഥ വായിച്ചെടുക്കാൻ പഠിക്കണം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അകത്ത് നമ്മൾ ടൈം ഫ്രെയിം ഇവിടെ മന്ത്ലി ഇട്ടിരുന്നു. അതെങ്ങനെയാണ് ഇടുന്നത് നമ്മൾ പഠിച്ചു. മന്ത്ലിയിൽ എങ്ങനെയാണ് ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനുശേഷം മന്ത്ലി ടൈം ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാം, വീക്കിലി ടൈം ഫ്രെയിം എന്താണ്, ഡെയിലി ടൈം ഫ്രെയിം എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു മന്ത്ലിയിൽ പോയാണ് നമ്മൾ പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കുമ്പോഴത്തേനും നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ക്യാൻഡിൽസ് കിട്ടും. അപ്പോൾ ഇവിടെ ഓരോ ക്യാൻഡിൽസും മന്ത്ലി ചാർട്ടിൽ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ സ്റ്റോക്ക് ട്രേഡ് ചെയ്ത പ്രൈസിൻ്റെ ഉണ്ടായ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു സിംഗിൾ ക്യാൻഡിൽ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകണം ആ ഒരു കഴിഞ്ഞ മാസം ആ ഒരു സ്റ്റോക്കിൽ എന്താണ് നടന്നത് എന്ന് നമ്മളൊരു കഥ പോലെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. ഓക്കെ, അതുപോലെ തന്നെ വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ ഇവിടെ ഓരോ ക്യാൻഡിൽസും ഒരു വീക്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിലുണ്ടായ മൂവ്മെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ ഓരോ ക്യാൻഡിൽസും കണ്ടിട്ട് ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ് ആ ഒരു ആഴ്ചയിൽ ആ ഒരു സ്റ്റോക്കിൽ ഉണ്ടായ കഥ എന്ന് നമ്മൾ വായിച്ചെടുക്കാൻ പഠിക്കണം. ആദ്യമേ മനസ്സിൽ പുറമേ പറഞ്ഞ് പഠിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. ആദ്യമേ ഇങ്ങനെ പറഞ്ഞ് തന്നെ പഠിക്കുക. ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിൽ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു, കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു റീജിയനിൽ ക്ലോസിങ് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഡെയിലിയിലേക്ക് പോകുമ്പോൾ എന്താണ്? ഇവിടെ കാണുന്ന ഓരോ ക്യാൻഡിൽസും ഓരോ ദിവസത്തെ ക്യാൻഡിലാണ്. ഒരു ദിവസം ആ ഒരു സ്റ്റോക്ക് പ്രൈസിൽ എത്ര വേരിയേഷൻസ് ഉണ്ടായി, അവിടെ എന്താണ് കഥ നടന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വെറും ലൈൻ ചാർട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്തുനിന്നൊരു സെൻറ്റിമെൻ്റ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് വെറും എന്താണ് കിട്ടുന്നത്? നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്,
എന്ന് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡ് ആണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് അവിടെ എത്രമാത്രം ബയേഴ്സ് ആക്റ്റീവാണ് അല്ലെങ്കിൽ എത്രമാത്രം സെല്ലേഴ്സ് ആക്റ്റീവാണ്, അതുപോലെ തന്നെ ഏതൊരു പ്രൈസിൽ നല്ല രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, കുറേ സെൻറ്റിമെൻറ്റ്സും കഥകളും വായിച്ചെടുക്കാൻ പറ്റും. അതാണ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കൂടുതലായിട്ടും ടെക്നിക്കൽ അനാലിസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു സിംഗിൾ മാസത്തെ ക്യാൻഡിലിൻ്റെ അകത്ത് ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ അകത്ത് എത്ര വീക്കുണ്ട്? 4 വീക്കുണ്ട്. അപ്പം ഈ ഒരു സിംഗിൾ മന്ത്ലി ക്യാൻഡിലിൻ്റെ അകത്ത് ഇതൊരു മെയ് മാസത്തെ ക്യാൻഡിലാണ്, 2023 മെയ് മാസം. അപ്പോൾ നമുക്കിവിടെ മെയ് മാസത്തെ ഒരു വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്ത് നമുക്ക് വീക്കിലിയിൽ 4 ക്യാൻഡിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വീക്കിലിയിൽ ഓപ്പൺ ആക്കി ആ സെയിം ചാർട്ട് കിർലോസ്കർ ബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് കണ്ടോ, ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്. അപ്പോൾ ഈ ഒരു 4 ക്യാൻഡിൽസ് ചേർന്നാണ് ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സിംഗിൾ വീക്കിലി ക്യാൻഡിൽ എത്ര ഡെയിലി ക്യാൻഡിൽ ഉണ്ടാവും? 5 ക്യാൻഡിൽസ് ഉണ്ടാവും. എല്ലാ ദിവസവും ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റിൽ കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ വരും, അങ്ങനെയുള്ള വീക്കിൽ 4 ഡേയ്സ് ഉണ്ടാവുള്ളൂ. ഈ ഹോളിഡേയ്സ് ഇല്ലെങ്കിൽ 5 ക്യാൻഡിൽസ് ഉണ്ടാവും. അപ്പം ഇവിടെ ഈ ഒരു സിംഗിൾ വീക്കിലി ക്യാൻഡിലിൽ നമുക്ക് ഇവിടെ ഒരു 5 ക്യാൻഡിൽസ് കിട്ടും. എക്സാക്റ്റായിട്ട് ഞാൻ ഏകദേശം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു 5 ക്യാൻഡിൽസ് കിട്ടും. ഓക്കെ, അതായത് ടോട്ടലായിട്ട് ഒരു മന്ത്ലി ക്യാൻഡിൽ 4 വീക്കിലി ക്യാൻഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മന്ത്ലി ക്യാൻഡിൽ 20 ഡെയിലി ക്യാൻഡിൽ ഉണ്ടാവും. 20 ഡെയിലി ക്യാൻഡിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണിയൊക്കെ നോക്കുക, ഒന്ന് പരിചയമാകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻഡിൽസ് കണ്ട് കഴിയുമ്പോൾ ഇതിന് മനസ്സിലാകണം ഇവിടെ എന്താണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്തുള്ള സെൻറ്റിമെൻറ്റ്സ്. മെയ് മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റിൽ, അതിനുശേഷം മെയ് മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റിൽ അതിനുശേഷം കുറച്ച് അത് താഴോട്ട് വന്നു. അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഒരു മുകളിൽ പോയിട്ട് ഇങ്ങനെ ചെറിയതായിട്ട് താഴെ ഈ ഒരു സൈഡിൽ ക്ലോസ് ചെയ്തു. അപ്പം ഈ ഒരു ചാർട്ടിന് ആനുകൂലികമായി നമുക്ക് ഇങ്ങനെ ഒരു മന്ത്ലി ക്യാൻഡിലാണ് കിട്ടിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കഥ വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തത് ബുള്ളിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഓപ്പണിംഗ് പ്രൈസ്, ഇത് ക്ലോസിംഗ് പ്രൈസ്, ഇത് ലോ, ഇത് ഹൈ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് തന്നെ 4 വീക്കിലി ക്യാൻഡിലുണ്ടായി. അപ്പം ആ ഒരു കഥയാണോ നടന്നതെന്ന് നോക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നമുക്ക് മെയ് മാസം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് പോയി, കുറച്ച് താഴോട്ട് വന്നു, ഇങ്ങനെ മുകളിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും ഇങ്ങനെ താഴോട്ട് വന്ന് മുകളിലേക്ക് പോയി ഇങ്ങനെ വന്ന് ക്ലോസ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ കണ്ട് മനസ്സിലാക്കിയ ആ കഥ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ഈ ഒരു നമ്മൾ ആ ഡ്രോ ചെയ്ത കാര്യം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഡെയിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ ഒരു ചാർട്ട് വരച്ചെടുക്കാൻ സാധിക്കും. ഇത് കണ്ടോ, കൃത്യമായിട്ട് മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പോയിന്റിൽ, അതിനുശേഷം ഇങ്ങനെ കുറച്ച് താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി, ഇങ്ങനെ കുറച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്ത് തന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് ഡെയിലിയിൽ വരുമ്പോഴത്തേനും കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് നടന്ന വ്യക്തമായ കഥ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് മന്ത്ലി ക്യാൻഡിൽ കാണുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും. വീക്കിലിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടെ വീക്കിലി വൈസിൽ കുറച്ചും കൂടെ വലിയൊരു അതിൻ്റെ അകത്ത് നടന്ന ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സും കൂടെ മനസ്സിലാവും. ഇപ്പോൾ ഡെയിലിയിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ, അപ്പം ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കണ്ടു കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ബുള്ളിഷ് സ്ട്രെങ്ത് മനസ്സിലാക്കണം. എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് ബുള്ളിഷ്, എത്രമാത്രം ബയേഴ്സ് സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു ക്യാൻഡിൽ നോക്കുമ്പോഴത്തേനും അത് ബിയറിഷ് ആണെങ്കിൽ അതിൻ്റെ ബോഡിയും അതിൻ്റെ മുകളിലേക്കും താഴോട്ടുള്ള വിക്കൊക്കെ കണ്ട് അത് എത്രമാത്രം ബിയറിഷ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ലൊക്കേഷനിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് തമ്മിൽ ലൊക്കേഷൻ അനുസരിച്ച് ഇതിന് മാറ്റം വരും. ഓക്കെ, അതിൻ്റെ കഥ പഠിക്കുന്നതിൻ്റെ അത് ലൊക്കേഷൻ അനുസരിച്ച് മാറ്റം വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും റെഡ് ക്യാൻഡിലുണ്ട്, അതുപോലെ തന്നെ
ഇവിടെ റെഡ് ക്യാൻഡിലുണ്ട്. ആ ഒരു രണ്ട് റെഡ് ക്യാൻഡിലും പഠിക്കുന്ന സമയത്ത് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കഥയ്ക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് നല്ല എൻട്രി കണ്ടെത്തണം, നല്ല എക്സിറ്റ് കണ്ടെത്തണം ടെക്നിക്കൽ അനാലിസിസിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ച്. അപ്പം നല്ല എൻട്രി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നല്ല എൻട്രി കണ്ടെത്തുന്നത് നല്ല സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽസ് കണ്ടെത്തണം. പല ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. ഇവിടെ കാണാൻ സാധിക്കും, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ഈ കാണുന്നതെല്ലാം ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടം വരെയുള്ളത്. ഈ കാണുന്നതെല്ലാം ബുള്ളിഷ് ക്യാൻഡിലാണ്, ഈ കാണുന്നതെല്ലാം ബീറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഇവിടെ സെല്ലിംഗ് പ്രഷറുണ്ട്, ഇവിടെ ബയ്യിങ് പ്രഷറുണ്ട്, ഇവിടെ ന്യൂട്രലാണ്. ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെയാണ്. അവിടെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് ബയ്യേഴ്സാണോ അവിടെ വിജയിച്ചത് അല്ലെങ്കിൽ സെല്ലേഴ്സാണോ വിജയിച്ചതെന്ന്. ഓക്കെ, ഏത് ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ബയ്യേഴ്സിൻ്റെയും കിട്ടും, സെല്ലേഴ്സിൻ്റെയും കിട്ടും, ന്യൂട്രൽ ആയിട്ടുള്ള ക്യാൻഡിൽസും കിട്ടും. അപ്പം ഇവിടെ ഈ ഒരു ബയ്യേഴ്സിൻ്റെ ഇത്രയും ക്യാൻഡിൽസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബയ്യേഴ്സ് ആക്റ്റീവായിട്ടുള്ളൊരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ ബുള്ളിഷ്നെസ് കാണിക്കുന്നത്. അതേതാണ്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഇവിടെ ബുള്ളിഷ്നെസ് കൂടുതലാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ബുള്ളിഷ്നെസ് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ക്യാൻഡിലിൽ ഈ ഒരു റീജിയണിൽ സ്റ്റോക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു റീജിയണിൽ. അതിനുശേഷം അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് പോയി ലാസ്റ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ വരെ മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയി. മുകളിൽ പോയിട്ട് ആരും സെല്ല് ചെയ്ത് താഴോട്ട് വരുത്തിയില്ല, അതുപോലെ തന്നെ ആ സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് താഴോട്ട് വന്നില്ല. അപ്പം അവിടെ വന്ന ക്യാൻഡിൽ എന്താണ്? വളരെ സ്ട്രോങ് ക്യാൻഡിലാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു പ്രൈസ് ട്രേഡ് ചെയ്യാൻ. അതിനുശേഷം ഇങ്ങനെ ട്രേഡ് ചെയ്ത് ഇങ്ങനെ മുകളിലാണ് പോയി ക്ലോസ് ചെയ്തത്. അപ്പം ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഒരിക്കലും ഇല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തത്. അപ്പം നമ്മൾ ട്രേഡിലേക്ക് എൻട്രി എടുക്കാൻ പോകുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് എൻട്രി ലൊക്കേഷനിൽ കിട്ടുന്നതെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എൻട്രി ലൊക്കേഷനിൽ കിട്ടണം. വെറുതെ ഇങ്ങനെ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ പോയി എൻട്രി എടുത്തിട്ട് കാര്യമില്ല. എൻട്രി ലൊക്കേഷനിൽ കിട്ടുവാണെങ്കിൽ അവിടെ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടാൻ. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിനേക്കാളും കുറച്ച് ബുള്ളിഷ്നെസ് കുറവുള്ള ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലുള്ള കഥ എന്താണ്? ഈ ഒരു റീജിയണിൽ ഓപ്പൺ ചെയ്തു, കുറച്ച് ഇങ്ങനെ താഴോട്ട് വന്നു, അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്തു. അപ്പം ഇവിടെ ഈ ഒരു ക്യാൻഡിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ കുറച്ച് ബുള്ളിഷ്നെസ് കുറവാണ്. എന്ന് പറഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണോ? അല്ല. കാരണം ഇവിടെ താഴോട്ട് വന്ന സമയത്ത് കുറച്ച് താഴോട്ട് വന്നു, അവിടെ ഇച്ചിരി സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് ബയ്യേഴ്സ് വീണ്ടും ആക്റ്റീവായി ഇത് മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പം മുകളിലേക്ക് കൊണ്ടുപോയി ലാസ്റ്റ് ഏറ്റവും മുകളിലാണ് കൊണ്ടുപോയി ക്ലോസിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? നല്ലൊരു ബോഡി കാണാൻ സാധിക്കുന്നുണ്ട്, ഗ്രീൻ ബോഡി. അപ്പം ഇതിനേക്കാളും കുറച്ച് ബുള്ളിഷ്നെസ് കുറവാണ്, ബട്ട് നല്ല എൻട്രി എടുക്കാൻ പറ്റിയ ഒരു ക്യാൻഡിലാണ് ഇത്. ഓക്കെ, ഇനി ഹാമർ ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽസിൻ്റെ പേരൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ക്യാൻഡിൽസിൻ്റെ പേരും കാര്യങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് മാത്രം മതി. സ്ട്രെങ്ത് കുറഞ്ഞ ക്യാൻഡിൽസ് നമുക്ക് ജസ്റ്റ് കഥ പഠിക്കാൻ വേണ്ടി മതി. നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസാണ് വേണ്ടത്. എൻട്രി എടുക്കാൻ സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിൽസാണ് വേണ്ടത്. എക്സിറ്റ് ആകാൻ വേണ്ടി സ്ട്രെങ്ത് ഉള്ള ബിയറിഷ് ക്യാൻഡിൽസാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ കഥ എന്താണ്? ഈ ഒരു റീജിയണിൽ തുടങ്ങി കുറച്ച് താഴോട്ട് വന്നിട്ട് അവിടെ നിന്ന് അത് ബയ്യേഴ്സ് വീണ്ടും ആക്റ്റീവായി വീണ്ടും ഏറ്റവും ടോപ്പിൽ പോയി ക്ലോസിങ് വന്നു. അപ്പം ഇവിടെയും ബൈയിങ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോഡി ഇച്ചിരി കുറവാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം അതിനുശേഷം സെയിം ആയിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ് കഥ നടന്നത്? സെയിം കഥ. അവിടെ ബോഡി കുറച്ചും കൂടെ കുറവാണ്. അപ്പം ഇവിടെ ബുള്ളിഷ്നെസ് കുറഞ്ഞാണ് വരുന്നത്. നമുക്ക് ഏറ്റവും അനുകൂലമായ ക്യാൻഡിൽ ഏതാണ്? ഈ ഒരു ക്യാൻഡിലാണ്. അതിനുശേഷം എൻട്രി എടുക്കാൻ ഏറ്റവും നല്ല ക്യാൻഡിൽ എന്താണ്? ഇതാണ്. അതിനുശേഷം ഏതാണ്? ഇതാണ്. നമുക്ക് ഇങ്ങനെയുള്ള ക്യാൻഡിൽസാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ എൻട്രി ലൊക്കേഷനിൽ. ഓക്കെ, ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അത് സ്ട്രെങ്ത് കുറഞ്ഞു വരുവാണ്. ബുള്ളിഷ്നെസ്സിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുവാണ്. നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ, ഈ ഒരു ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ
ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് താഴോട്ട് വന്നു, കുറച്ച് മുകളിലേക്ക് പോയി, വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിക്ക് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം മുകളിൽ സെല്ലിംഗ് പ്രഷറുണ്ട് ഈ ഒരു ക്യാൻഡിൽ, താഴെ ഒരു ബൈയിങ് പ്രഷറുണ്ട്. ഓവറോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് താനും. കണ്ടോ, ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷറുണ്ട് മുകളിൽ നിന്ന്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഈ ഒരു താഴെ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഇത് മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സെല്ല് ചെയ്ത് താഴെയാണ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഭാഗത്ത് സെല്ലേഴ്സ് ആക്റ്റീവായിരുന്നു. അപ്പം നമ്മുടെ ആ ബോഡി എന്ത് ചെറുതാണ്, അതിനേക്കാളും വളരെ വലിയൊരു വിക്ക് ക്രിയേറ്റ് ചെയ്തു അവിടെ. അത് അനുസരിച്ച് ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ആണെങ്കിലും ഇവിടെ സെല്ലിംഗ് പ്രഷർ കൂടുതലാണ് ഈ ഒരു ക്യാൻഡിലിൽ. ഓക്കെ, ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് സെല്ല് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു റീജിയനിൽ ഫുള്ള് സെല്ലേഴ്സ് ആക്റ്റീവായിരുന്നു. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിലും, നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു, ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു കഥയിൽ എന്താണ് മനസ്സിലാകുന്നത്, ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പം ഒരു ബീറിഷ്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്യാൻഡിൽ, ഇത് ന്യൂട്രൽ ക്യാൻഡിലാണ്. അതെന്താണ്, ഒരു മാർക്കറ്റ് താഴോട്ട് വരുവാണ്, താഴോട്ട് വന്ന് ഒരു താഴോട്ട് വരുന്ന സിറ്റുവേഷനിൽ മാർക്കറ്റ് ലാസ്റ്റ് എൻഡിൽ വരുമ്പം, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേനും ബയ്യേഴ്സിനും കൺഫ്യൂഷൻ ആവും, ഇനി ബൈ ചെയ്യാനാണോ തുടങ്ങേണ്ടത്, അതുപോലെ തന്നെ സെല്ലേഴ്സിനും കൺഫ്യൂഷൻ ആവും, ഇനി സെല്ല് ചെയ്യാനാണോ ചെയ്യേണ്ടത്. ഇപ്പം ബയ്യേഴ്സും സെല്ലേഴ്സും ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്ന് ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഉള്ള ക്യാൻഡിൽസ് ഫോം ചെയ്യും. കുറച്ച് മുകളിലേക്ക് മാർക്കറ്റ് പോകും, അതിനുശേഷം താഴോട്ട് വരും, അതിനുശേഷം ഇങ്ങനെ, അത് വളരെ ചെറിയൊരു ബോഡി ആയിരിക്കും, മുകളിലേക്കും താഴോട്ടും ഈക്വൽ ആയിട്ടുള്ള വീക്ക് കിട്ടും. അപ്പം അതൊരു കൺഫ്യൂഷൻ ക്യാൻഡിലാണ്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വരുന്ന ട്രെൻഡ് താഴോട്ടാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെ വന്ന് ഈ ഒരു ലാസ്റ്റ് സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ, ഇത് ഈ ഒരു മുകളിലേക്ക് വന്ന് ഈ ഒരു റീജിയണിന് മുകളിലേക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴോട്ട് വന്ന ട്രെൻഡ് തീർന്നിട്ട് അടുത്ത അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മുകളിലേക്കുള്ള മൊമെൻറ്റമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് നമുക്ക് ഒരു ട്രെൻഡിൻ്റെ അവസാനത്തിൽ നമുക്ക് ഡോജി കിട്ടുവാണെങ്കിൽ, ഇൻ കേസ് നമ്മൾ മാർക്കറ്റ് മുകളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ നമുക്ക് മുകളിൽ കിട്ടുവാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ 1-2 ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ കിട്ടുവാണ് ഇങ്ങനെ ചെറിയ ബോഡിയോടുകൂടി. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഈ ഒരു സ്ട്രെങ്ത്, ഈ ഒരു അപ് ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് അവിടെ തീർന്നു. ഒരു പക്ഷേ ഇതിനി താഴോട്ട് പോരാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ വീണ്ടും ക്യാൻഡിൽസ് ഇങ്ങനെയാണ് ഡ്രോ ചെയ്ത് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ട്രെൻഡ് റിവേഴ്സായി, നമ്മളിനി ബിയറിഷ് മൂഡിലേക്ക് പോയി എന്ന്. ഓക്കെ, അതിനാണ് ഈ ഒരു ഡോജി അല്ലെങ്കിൽ സ്റ്റാർ ന്യൂട്രൽ ക്യാൻഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ഇതാണ്. അപ്പോൾ നമ്മൾ എൻട്രി ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കും. ഓക്കെ, ഇനി ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ ക്യാൻഡിൽസ് എന്താണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പിൽ റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും സ്ട്രെങ്ത് താഴോട്ട് സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ഫോം ചെയ്യുവാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ സെല്ലേഴ്സ് നല്ല ആക്റ്റീവാണ്. സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് നേരെ താഴോട്ടാണ് പോരാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം ടൈം ഫ്രെയിമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ക്യാൻഡിൽ ഏതൊരു ടൈം ഫ്രെയിമിലാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മുമ്പോട്ട് എക്സാമ്പിളിലേക്ക് പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നേരിട്ട് താഴോട്ട് പോരുവാണ് ചെയ്തത്. അപ്പം ഇത് നമുക്ക് ഒരു നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പം ഇവിടെ എന്താണ്, സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുകളിലേക്ക് പോകാൻ നോക്കി, പക്ഷേ സെല്ലേഴ്സ് വളരെ ശക്തമായിരുന്നു, വീണ്ടും താഴോട്ട് വന്നു. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി വീണ്ടും താഴോട്ട് വന്ന് ലാസ്റ്റ് എൻഡിലാണ് ക്ലോസ് ചെയ്തത്. എവിടെയാണോ അവസാനിച്ചത് അവിടെയാണ് ക്ലോസ് ചെയ്തത്. ഫുള്ള് ആ ഒരു ടൈം ഫ്രെയിമിൽ, ഡെയിലി ടൈം ഫ്രെയിമിലാണെങ്കിൽ ആ ഒരു ദിവസം ഫുള്ള് സെല്ല് ചെയ്ത് ലാസ്റ്റ് വൈകുന്നേരം വരെ സെല്ലിംഗ് ആണ് നടന്നത് ആ ഒരു സ്റ്റോക്കിൽ. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ വീണ്ടും അടുത്ത ദിവസം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതും ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ച് ബിയറിഷ് കുറവാണ്, ബട്ട് ഇതും ബിയറിഷാണ്. ഇതെന്താണ്, നമ്മുടെ ഈ ഒരു മുകളിലത്തെ ക്യാൻഡിൽ നല്ല ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നല്ല ബിയറിഷാണ്. ഇവിടെ എന്താണ്, സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ നോക്കി, അതിനുശേഷം വീണ്ടും അത് കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഇതും ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്, സ്റ്റോക്ക് കുറച്ച് മുകളിലേക്ക് പോയി അതിനുശേഷം താഴോട്ട് വന്ന് ഇങ്ങനെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഇതെന്താണ്, ഒരു ബിയറിഷ് ക്യാൻഡിലാണ്, മീഡിയം ബിയറിഷ് ക്യാൻഡിലാണ്. ഇതെന്താണ് സംഭവിച്ചത്, ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഈ ഒരു ക്യാൻഡിലിൽ സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തു ആ പോയിന്റിൽ, അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വന്നു,
അവിടെ നിന്ന് ബയ്യേഴ്സ് ആക്റ്റീവ് ആക്കി ഈ ഒരു റീജിയൻ വരെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു റീജിയനിൽ ബയ്യേഴ്സ് ആക്റ്റീവാണ്. ഓക്കെ, അപ്പം ഈ ഒരു ബോഡി ചെറുതും ഈ ഒരു ക്യാൻഡിൽ വളരെ വലുതുമാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ നമുക്ക് കളർ റെഡ് ആണെങ്കിലും ഈ ഒരു കളർ റെഡ് ആണെങ്കിലും ഇത്രയും ബയ്യേഴ്സ് താഴെ നിന്ന് പുഷ് ചെയ്ത് മുകളിലേക്ക് കയറ്റിയത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കളർ റെഡ് ആണെങ്കിലും അതൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു റീജിയനിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഉണ്ടാകുന്നത്, ഇത് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഇത്രയും വലിയൊരു വിക്ക്, അതായത് മുകളിൽ നിന്ന് ആൾക്കാർ സെല്ല് ചെയ്തിട്ടാണ് ഇങ്ങനെ താഴോട്ട് വരുന്നതെങ്കിൽ അത് ഒരു ബീറിഷ് ക്യാൻഡിലുമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്നതിന് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം, എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. എക്സിറ്റ് ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ്, എക്സിറ്റ് ലൊക്കേഷനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻട്രി ലൊക്കേഷൻ പോലെ എക്സിറ്റ് ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ എക്സിറ്റ് ആകുന്ന ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വരുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇനി മുമ്പോട്ട് പോകണ്ട, നമുക്ക് ക്വിറ്റ് ചെയ്യാം, എക്സിറ്റ് ആകാമെന്ന് പറയാം. ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കാണ് നമ്മൾ എൻട്രി ലൊക്കേഷനിൽ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി എടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ ഒരു മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ACE എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? ലൈൻ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാർട്ടിലാണ് നമ്മൾ ഇതുവരെ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ലൈൻ ചാർട്ട് യൂസ് ചെയ്യത്തില്ല, നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൈൻ ചാർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു ലൈൻ ചാർട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ ഒരു മന്ത്ലി ക്യാൻഡിലാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നതെങ്കിൽ, മന്ത്ലി ടൈം ഫ്രെയിമാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നതെങ്കിൽ 2022 ജനുവരിയിൽ ക്ലോസ് ചെയ്ത ആ ഒരു പ്രൈസും ഫെബ്രുവരിയിൽ ക്ലോസ് ചെയ്ത പ്രൈസും മാർച്ചിൽ ക്ലോസ് ചെയ്തതും ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഉള്ള ഓരോ മാസത്തിലെ ക്ലോസിംഗ് പ്രൈസുകൾ ചേർത്താണ് ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൽ ഈ ഒരു ലൈൻ ചാർട്ട് ഫോം ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സെൻറ്റിമെൻറ്റ്സ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താണ്? സ്റ്റോക്ക് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു സ്വിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏത് സെൻറ്റിമെൻറ്റ്സ് ആണ് വർക്കൗട്ട് ആകുന്നതെന്നും ഏത് പ്രൈസ് ആക്ഷനാണ് നടക്കുന്നതെന്നും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ലൈൻ ചാർട്ടിൽ. അപ്പോൾ നമ്മളിനി ലൈൻ ചാർട്ട് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ നേരെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലും ഇങ്ങനെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു ചാർട്ട് ചേഞ്ച് ചെയ്യുന്നതിന്. അപ്പം സ്റ്റോക്ക് ബ്രോക്കറിനനുസരിച്ച് മാറ്റം വരും. ഈ ഒരു സെറോദയുടെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ മുകളിൽ തന്നെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിൽസിൻ്റെ സൈൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊന്നും അറിയത്തില്ലാത്തവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കിത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ ഒരു സെയിം ചാർട്ട് തന്നെയാണ്, നമ്മൾ ലൈൻ ചാർട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഡ്രോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ലൈൻ ചാർട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ബട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കിട്ടും നമുക്ക്. ഇവിടെ എന്താണ് ഇത് നമ്മൾ കാണുമ്പോൾ നോക്കുക, അവിടെ നമുക്ക് ഇങ്ങനെ ഒരു മൂഡാണ് കിട്ടിയത്. ബട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മന്ത്ലി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു ബയ്യേഴ്സ് ആക്റ്റീവാണ്, ഇത്രയും നല്ലൊരു ബോഡി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഈ ഒരു മന്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബിയറിഷ്നെസ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വന്ന് കുറച്ച് മുകളിൽ വന്നാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പല കളർ, 2 റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിൽസും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ വിക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷേപ്പ് പല പല ഷേപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഡോജി ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ. ഇനി നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഒരു ക്യാൻഡിൽ, ഈ കാണുന്നത് ഒരു 2023 ജൂലൈ മാസത്തെ ഒരു മന്ത്ലി ക്യാൻഡിലാണ്, മന്ത്ലി ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ എന്താണ് ഇതിൻ്റെ കഥ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു റീജിയനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് വന്നായിരുന്നു, അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് പോയി കുറച്ച് താഴെയാണ് ക്ലോസിങ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു? നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്ത ഓപ്പണിംഗ് പ്രൈസ് ഏതായിരുന്നു? 500. അത് ലോ എത്രയാണ് ക്രിയേറ്റ് ചെയ്തത്? ഈ താഴെ കാണുന്ന വിക്ക് അതെത്രയാണ്? ഏകദേശം 480 അടുത്ത്. നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നോക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് ക്ലോസ് ചെയ്തത് ഏത് പ്രൈസിലാണ്? ഏകദേശം 700 സംതിങ്. ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തത് എത്രയാണ്? അതിവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓപ്പൺ ചെയ്തത് 492 ഈ ഒരു പ്രൈസ് 492 ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്തത് 721. ഇത് ഹൈ ക്രിയേറ്റ് ചെയ്ത് 744.7
ഇത് ലോ ക്രിയേറ്റ് ചെയ്തത് 482 അപ്പോൾ നമുക്കിവിടെ എക്സാക്റ്റ് വാല്യൂസും കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് പോയി ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൽ എന്താണ് സംഭവിച്ചത്, ഇതിൻ്റെ അകത്ത് വീക്കിലിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. നമുക്ക് ജൂലൈ മാസമാണ് എടുത്തത്. അപ്പോൾ ജൂലൈ മാസത്തിൽ എന്താണ് പറഞ്ഞത്, ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ അകത്ത് 4 വീക്കിലി ക്യാൻഡിൽസ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. ഇവിടെ എന്താണ് മാർക്കറ്റ് ഈ ഒരു ജൂലൈ മാസത്തിൽ, ഈ ഒരു ജൂലൈ മാസമാണ് ഈ കാണുന്നത്, ഈ ഒരു പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് താഴോട്ട് വന്നു, അതിനുശേഷം ഇങ്ങനെ, എൻ്റെ ഡ്രോയിങ്സൊക്കെ കുറച്ച് മോശമാണ്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഡ്രോ ചെയ്യാൻ. ഇങ്ങനെ കുറച്ച് താഴോട്ട് വന്നു, ഇങ്ങനെ മുകളിലേക്ക് പോയി, അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് മുകളിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ടാണ് ഒരു ക്ലോസിങ് വന്നത്. അപ്പോൾ എന്താണ് ഇതെല്ലാം കൂടെ ചേർത്ത് വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി ക്യാൻഡിൽ എന്താണ് വന്നത്, സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഇത്, ഓക്കെ, ലോ ക്രിയേറ്റ് ചെയ്തത് ഇത്രയും താഴോട്ട് ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ലോ ഏതാണ്, ഇത്രയും താഴോട്ടാണ് ലോ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്ലോസിങ് ഈ ഒരു റീജിയണിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലോസിങ് ഒന്ന് വരയ്ക്കാം. ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇത്രയാണ്, ഇതുണ്ടോ, ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് നമ്മൾ ആ ഒരു മന്ത്ലിയിൽ ഉണ്ടായത്. ഓക്കെ, നമ്മുടെ ആ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ അകത്ത് നടന്ന കഥയാണിത്. ഓക്കെ, നല്ലൊരു ബോഡിയോട് കൂടി മുകളിലും താഴെയും ഒരു ചെറിയ വിക്ക് ജനറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ അകത്ത് നടന്ന കഥയാണ് ഇത്. ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡെയിലിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ജൂലൈ 2023, അപ്പം ഇവിടെ ഓഗസ്റ്റ് 2023. അപ്പോൾ ഇതിനുള്ളിൽ ടോട്ടൽ എത്ര ക്യാൻഡിൽസ് ഫോം ചെയ്തു, ഒരു മന്തിൻ്റെ അകത്ത് 20 ഡെയിലി ക്യാൻഡിൽസ് ഉണ്ട്. നമുക്കിത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1 by 1 ആയിട്ട്. അപ്പം ഈ ഒരു റീജിയണിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു റീജിയണിൽ, ഈ ഒരു ഡെയിലി ക്യാൻഡിൽ. അപ്പം ഒരു ദിവസത്തെ കംപ്ലീറ്റ് ആയിട്ട് ട്രേഡിംഗ് പ്രൈസിനെയാണ് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ കാണിക്കുന്നത്. അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു, രണ്ടാമത്തെ ദിവസമായപ്പോൾ സ്റ്റോക്ക് കുറച്ച് താഴോട്ട് വന്നു, അതിനുശേഷം മൂന്നാമത്തെ ദിവസം ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു, നാലാമത്തെ ദിവസം ബുള്ളിഷ് ആയിരുന്നു, അഞ്ചാമത്തതും ബുള്ളിഷ് ആയിരുന്നു, ആറാമത്തതൊരു കുറച്ച് ബുള്ളിഷ് ആയിരുന്നു, മുകളിലേക്കും താഴോട്ടും ട്രേഡ് ചെയ്തു, ഏഴാമത്തെ ദിവസം കുറച്ച് ബുള്ളിഷാണ്, എട്ടാമത്തെ ദിവസം ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ നിന്ന് കാണാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ പോലെ ഒരു ഡോജി ക്യാൻഡിൽ, വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ചെറിയൊരു ബോഡിയോട് കൂടി, ഒരു ബിയറിഷ് ക്യാൻഡിൽ, അതിനുശേഷം വീണ്ടും ഒരു നോർമലായിട്ടൊരു ചെറിയൊരു ബോഡിയോട് കൂടി ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പോലെ, അതിനുശേഷം ചെറിയൊരു ബിയറിഷ് ക്യാൻഡിൽ, ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ് ഉണ്ട്, ബട്ട് മുകളിൽ നിന്ന് വിക്ക് ഇവിടെ കൂടുതലുണ്ട്. അപ്പം അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിനുശേഷം ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പോലെ, അതിനുശേഷം ഒരു കുറച്ച് വലിയൊരു ബിയറിഷ് ക്യാൻഡിൽ, അതിനുശേഷം ഇവിടെ ഒരു ചെറിയ ബുള്ളിഷ് ക്യാൻഡിൽ. ഇത്രയും കഥയാണ് ആ ഒരു മാസത്തിനുള്ളിൽ നടന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഏതാണ്, ലോ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത പ്രൈസ് ഏതാണ്, ഇതാണ് ഓപ്പൺ ചെയ്ത പ്രൈസ്. ക്ലോസ് ചെയ്ത പ്രൈസ് ഏതാണ്, ഈ കാണുന്നതാണ് ക്ലോസ് ചെയ്ത പ്രൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈ ഏതാണ്, ഈ കാണുന്നത്, ഇത്രയാണ് ഹൈ പോയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈ നമുക്ക് സെൻറ്ററിൽ വരയ്ക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി. ഇവിടെ ലോ എത്രയാണ്, ഇത്രയും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിലായിരിക്കും നമുക്ക് മന്ത്ലി ക്യാൻഡിലിന് പകരമായിട്ട് അതിനകത്ത് നടന്ന കഥയാണിത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ അകത്ത് നടന്ന കഥയാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ മന്ത്ലി, വീക്കിലി, ഡെയിലി ഈ 3 ടൈം ഫ്രെയിമാണ് എടുക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് മന്ത്ലി ക്യാൻഡിൽ എന്തിനാണ്, ജസ്റ്റ് പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മാത്രമാണ് മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഉപയോഗിക്കുന്നത്. വീക്കിലിയിലും ഡെയിലിയിലും പോയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും അനാലിസിസ് ചെയ്യുന്നതും എൻട്രി കണ്ടെത്താൻ നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അകത്തുള്ള ടൈം ഫ്രെയിംസിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഓരോ ക്യാൻഡിലിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്തിന് മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബുള്ളിഷ് സ്ട്രെങ്ത് ഉണ്ടെന്ന്. ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ അറിയാം ബിയറിഷ് സ്ട്രെങ്ത് ഉണ്ടെന്ന്. സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് താഴോട്ട് വന്നു, കുറച്ച് മുകളിൽ പോയി താഴോട്ട് വന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ എന്താണ്, ഇവിടുന്ന് താഴോട്ട് വന്നു, അതിനുശേഷം താഴേന്ന് ബയേഴ്സ് കുറച്ച് സെല്ല് ചെയ്ത് ഈ ഒരു റീജിയനിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പല സ്ട്രെങ്ത് വേരിയേഷനുള്ള
ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ഏതാണ്? ഇവിടെ നല്ലൊരു ബോഡിയോട് കൂടി ഇത്രയും ഒരു റീജിയനിൽ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്ന കുറച്ച് ക്യാൻഡിൽസ് ആണ്. സ്ട്രെങ്ത് ഉള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഒരു സ്ട്രെങ്ത് ഉള്ള സെല്ലിംഗ് പ്രഷർ ഉണ്ട്, സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ്, സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആണ്. കുറേ ക്യാൻഡിൽസൊക്കെ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കാം. ജസ്റ്റ് കഥയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാം. ഈ ഒരു റീജിയനിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് താഴെ വന്ന് ഈ ഒരു റീജിയനിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം ഇത് എൻട്രി ലൊക്കേഷൻ അനുസരിച്ചാണ്. നമ്മൾ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ആ ലൊക്കേഷനനുസരിച്ച് ആ ഒരു ലൊക്കേഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. സ്റ്റാർട്ട് ചെയ്തെടുത്ത് നിന്ന് വളരെ മുകളിൽ വരെ പോയി അതിനുശേഷം കുറച്ച് താഴെ വന്ന് ക്ലോസിങ് ചെയ്യുന്നു. സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ സ്ട്രെങ്ത് ഉള്ള ബീറിഷ് ക്യാൻഡിലാണ്. നമുക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിൽ നോക്കി ഇവിടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിവിടെ എടുത്തു. സ്റ്റോക്ക് മുകളിലേക്ക് പോയോ, കുറച്ച് അങ്ങ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴ്ത്തു വന്നു. നമുക്ക് എൻട്രി ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിലാണ്. ഈ ഒരു ലൊക്കേഷനിൽ എൻട്രി എടുത്താൽ താഴോട്ട് പോന്നോ? ഇല്ല, അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു ചെറിയ സൈഡ് വേസിലായിട്ട് നമ്മുടെ ആ ക്യാൻഡിലിൻ്റെ മുകളിലേക്കാണ് പോയത്. അതിനുശേഷം വീണ്ടും മുകളിലേക്കാണ് പോയത്. നമുക്ക് വെറുതെ ക്യാൻഡിൽ കണ്ടിട്ട് ആ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഏത് ലൊക്കേഷനിലാണോ, നമുക്ക് നല്ല ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഒരു ലൊക്കേഷനിൽ ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. ഇവിടെ നോക്കുക, ഒരു മീഡിയം ബുള്ളിഷ് ക്യാൻഡിലാണ്, നല്ല ബോഡി ഉണ്ട് അവിടെ, ബട്ട് അവിടെ നിന്ന് താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ നിന്ന് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തായിരുന്നു ഇത്രയും മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടിയാനെ എന്ന് പറഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാമോ? ഇല്ല. നമ്മളിവിടെ ലൊക്കേഷൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പ്രൈസ് പതുക്കെ പതുക്കെ മുകളിലേക്ക് പോവാണ്. ഇങ്ങനെ പോയി ഇത് കണ്ടോ, ഇവിടെ പതുക്കെ ഡോജി ക്യാൻഡിൽസ് ഫോം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ സെല്ല് ചെയ്ത് താഴോട്ട് വരാൻ തുടങ്ങി, വിക്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ അകത്ത് എന്താണ് മനസ്സിലാക്കുന്നത്, ഈ ഒരു മുകളിലേക്കുള്ള സ്ട്രെങ്ത് കുറച്ച് കുറഞ്ഞു. അതിനുശേഷം കണ്ടോ പതുക്കെ പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങിയ കണ്ടോ, ഇവിടെയും മുകളിലേക്ക് പോയി പതുക്കെ പതുക്കെ വിക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇത് കണ്ടോ, വിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് റെഡ് ക്യാൻഡിൽ വലിയ ക്യാൻഡിൽസൊക്കെ വന്ന് താഴോട്ട് പോകുന്നു. മാർക്കറ്റ് താഴോട്ട് പോകുന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഈ ഒരു ക്യാൻഡിലിനെയൊക്കെ ഓവർലാപ്പ് ചെയ്ത് അതിനേക്കാളും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ അവിടെ എന്താണ്, വീണ്ടും ഒരു താഴേന്ന് ഒരു ബൈയിങ് പ്രഷർ കണ്ടു. കണ്ടോ, ഈ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിലും പ്രൈസ് താഴോട്ട് വന്നിട്ട് ഇത്രയും മുകളിൽ വന്നാണ് ക്ലോസിങ് തന്നേക്കുന്നത്. അപ്പം അവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടം വരെ വന്നു. ഓക്കെ, അപ്പം ഈ ഒരു റീജിയനിൽ വിക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. കണ്ടോ, താഴോട്ട് വന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കഥകൾ മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് എക്സാക്റ്റായിട്ട് എൻട്രി കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ എൻട്രി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എൻട്രി ലൊക്കേഷനിൽ നമ്മൾ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഷേപ്പിൽ ഇതിൻ്റെ അകത്ത് ക്യാൻഡിൽസ് കിട്ടും. കണ്ടോ, പല പല ഷേപ്പിൽ പല പല ഇത് കണ്ടോ, ഇവിടെ നിന്ന് പോന്നപ്പോൾ എന്താണ്, ഇവിടെ വന്നപ്പോൾ ഡോജി ക്യാൻഡിൽസ് ഫോം ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ട്രെൻഡ് പതുക്കെ പതുക്കെ സ്ട്രെങ്ത് കുറഞ്ഞ് വീണ്ടും കുറച്ച് മുകളിലേക്ക് പോയി. ഓക്കെ, ഇപ്പോൾ ഡോജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി. നമുക്കിപ്പോൾ ഒരുപാട് ഷേപ്പിൽ ഉള്ള ക്യാൻഡിൽസ് കിട്ടും. നമുക്കതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമുക്ക് സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ, ഇത് കണ്ടോ ക്ലിയറായിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ്. സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് താഴോട്ട് വന്നു. ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ക്യാൻഡിലാണ്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പതുക്കെ പതുക്കെ വന്നു. ബട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, ഇത് നമുക്ക് എക്സിറ്റ് ആകുന്ന ലൊക്കേഷനാണോ, ആ എക്സിറ്റ് ലൊക്കേഷനിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എക്സിറ്റ് ആകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ, ഈ ഒരു ക്യാൻഡിൽ കണ്ട് എന്താണ്, നല്ല സ്ട്രെങ്ത് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. ബട്ട് ഇത് മുകളിലേക്ക് പോയോ ഇല്ല, നമ്മുടെ ലൊക്കേഷൻ റോങ് ആയിരുന്നു, എൻട്രി ലൊക്കേഷൻ. ഈ ഒരു ക്യാൻഡിൽ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലാണ്, പ്രൈസ് താഴോട്ട് വന്നിട്ട് ഇത്രയും മുകളിൽ കൊണ്ടുപോയി ക്ലോസിങ് തന്നു. അതിനുശേഷം അപ്സൈഡ് മൊമെൻറ്റം കിട്ടി. അപ്പം അതാണ്, നമുക്ക് സ്ട്രെങ്ത് മാത്രം നോക്കി എൻട്രി എടുക്കാൻ പറ്റത്തില്ല വെറുതെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ പോയിട്ട്. നമുക്ക് അതിൻ്റെ ലൊക്കേഷനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോഴത്തേനും എൻട്രി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം അത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ ഒരു എൻട്രി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അവിടെ നല്ല ബുള്ളിഷ് സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് കിട്ടുവാണെങ്കിൽ, ആ ഒരു ലൊക്കേഷനിൽ കിട്ടുവാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. അവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. അതുപോലെ തന്നെ എക്സിറ്റ് ലൊക്കേഷനിൽ നല്ല ബീറിഷ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ അവിടെ നമുക്ക് എക്സിറ്റ് ആകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, അപ്പം ഇനി നമ്മളെന്താണ്, ഇനി നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ടൈം ഫ്രെയിമും, അതായത് ഒരു ക്യാൻഡിൽ കണ്ടു കഴിയുമ്പോഴത്തേനും മന്ത്ലി ടൈം ഫ്രെയിം, ഒരു മന്ത്ലി ക്യാൻഡിൽ കാണുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്ന കഥ എന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് 4 വീക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ വീക്കിലും 5 ഡെയിലി ക്യാൻഡിൽ ഫോം ചെയ്യും എന്ന് പഠിക്കുക. അപ്പം ടോട്ടലായിട്ട് ഒരു മാസത്തിൽ 20 ഡെയിലി ക്യാൻഡിൽസ് ഉണ്ടാകും, അതിൻ്റെ അകത്ത് ഹോളിഡേ ഒന്നും വന്നിട്ടില്ലെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം, നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം.